നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ CGL കമ്പൈൻ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 ജൂൺ 9 മുതൽ ജൂലൈ 4 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും https:/ssc.gov.in എന്നുള്ള സൈറ്റ് ലഭ്യമാണ്. 113 പേജിലൊരു നോട്ടിഫിക്കേഷനാണ്. അത് പൂർണ്ണമായി ഇവിടെ പറയാന്നുള്ളത് നടക്കുന്ന സമയം കൂടുതലെടുക്കുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കുക. മിനിമം കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 14,582 വേക്കൻസികളാണുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. മികച്ച അവസരമാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ലപോലെ എക്സാം എഴുതി വിജയം വരിക്കാനുള്ള സുവർണ്ണ അവസരമാണ്. നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. https://ssc.gov.in എന്നുള്ള പുതിയ സൈറ്റാണ്. ഈ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, ഒരു 1 ടൈം രജിസ്ട്രേഷൻ. അതിനകത്ത് നിങ്ങളൊരു OTP ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്ത് ഒരു OTP ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അത് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അന്നേരം ഓർത്തിരിക്കുക. താല്പര്യമുള്ളവർക്ക് 2025 ജൂൺ 9 ഇന്നലെ മുതൽ നിങ്ങൾക്ക് 2025 ജൂലൈ 4 വരെ അപേക്ഷിക്കാൻ കഴിയും. ഫീസ് അടയ്ക്കാണ്ട് ഒരു ദിവസം കൂടെ സമയം തരുന്നുണ്ട്. ജൂലൈ 5 വരെ ഫീസ് അടയ്ക്കാനേ പറ്റും. അതിനുശേഷം ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ട് ചെയ്യാൻ അവസരമുണ്ട്. പിന്നെ സെലക്ഷന് വേണ്ടി 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ടയർ 1 എക്സാമിനേഷനും ടയർ 2 എക്സാമിനേഷനും ഉണ്ട്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിലേക്ക് ടയർ 1 എക്സാമിനേഷൻ 2025 ഓഗസ്റ്റ് 13 മുതൽ 30 വരെയാണ് നടത്തുന്നത് പറഞ്ഞിട്ടുള്ളത്. ടയർ 2 എക്സാമിനേഷൻ ഡിസംബർ 2025 ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഡിസംബർ 2025 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കണം. അതേപോലെ സിലബസും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദ്യം 4 പാർട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിവിധ തസ്തികകൾ പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ, പ്രധാനപ്പെട്ട തസ്തികകൾ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ, റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ CBI, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ, അതുപോലെ ഓഡിറ്റർ, കൺട്രോളർ, ഓഡിറ്റർ ജനറൽ, അങ്ങനെയുള്ള വിവിധമായിട്ടുള്ള വളരെ നല്ല തസ്തികകളിലേക്കാണ് നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക. പലതരം പല സ്കെയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പ് B പോസ്റ്റിന് തന്നെ 2-3 സ്കെയിലുള്ള പല ലെവലിലുള്ള സ്കെയിൽ അപ്പോയിൻമെൻറ്റാണ് പല പോസ്റ്റിനും ഉള്ളത്. അതുപോലെ ഏജ് പറഞ്ഞിട്ടുള്ളതും 1/8/2025 അടിസ്ഥാനമാക്കിയാണ് ഏജ്. ചില പോസ്റ്റിന് 18-27 ചില പോസ്റ്റിന് 18-30 വരെയാണ്, ചില പോസ്റ്റിന് 20 മുതൽ 30 വരെയാണ്. അങ്ങനെ നോക്കിയിട്ട് ഓരോ പോസ്റ്റിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ 2 പോസ്റ്റുകളിലേക്ക് മാത്രം ഏതെങ്കിലും വിഷയ ബിരുദവും അതോടൊപ്പം +2 മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെ അപേക്ഷിക്കുക വെച്ചാൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ https://ssc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. OTP ജനറേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 100 രൂപ ഓൺലൈനായിട്ട് ഫീസ് കൊടുക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ടയർ 1 ഈ എക്സാമിനേഷൻ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ പറയുകയാണെങ്കിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ എന്നിങ്ങനെയാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക. 2025 ജൂലൈ 4 വരെ https://ssc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.